മലയാള സിനിമയിലെ പിന്നണി ഗായകനായ ഒട്ടനവധി സിനിമകളിൽ രാജമാണിക്യം, കഥ പറയുമ്പോൾ തൊമ്മനും മക്കളും തുടങ്ങിയ 123ഓളം സിനിമകളിൽ പിന്നണി ഗായകനായ നമ്മുടെ സ്വന്തം പ്രദീപ് പള്ളുരുത്തി ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം പ്രദീപ് പള്ളുരുത്തി. പ്രതികേട്ടാ, എനിക്ക് ആ വരവ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ രാജമാണിക്യം എങ്ങനെ വരുന്നു അതുപോലെ വന്നു. അതെ, ആ ലെവലിൽപ്പെട്ട വരവാണ് പ്രതിപെട്ട മാസ് എൻട്രി. ഈ ഇവരുടെ മുഖത്ത്, നമ്മുടെ പ്രേക്ഷകരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തും ഒക്കെ ഞാൻ പെട്ടെന്ന് കാണുന്ന ഒരു എക്സ്പ്രഷൻ എന്താണെന്നറിയാമോ? ഈ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതായത് 123 സിനിമകളിൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ച, അത് എല്ലാവർക്കും അറിയാം. തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, ഇപ്പൊ പറഞ്ഞ രാജമാണിക്യം ഉൾപ്പെടെ ഒരുപാട് സിനിമകളിൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ചിട്ടൊരു ഗായകൻ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഒരു ഹാസ്യ പരിപാടിയിൽ വരേണ്ട ആവശ്യകത എന്തെന്നുള്ളത് പലരും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജമാണിക്യം പറഞ്ഞോണ്ട് ഞാൻ പറയാം, അവിടെ സൈമൺ നാടാർ ഒന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട് ഇയാളുടെ ഭൂതകാലത്തിനെ പറ്റി. അപ്പൊ പറയുന്നുണ്ട്, ഡയമണ്ട് കച്ചവടക്കാർക്കിടയിൽ ഇയാൾ ഡയമണ്ട് രാജ, പോത്ത് കച്ചവടക്കാർക്കിടയിൽ ബെല്ല രാജ എന്ന് പറഞ്ഞ പോലെ പാരഡിക്കാർക്കിടയിൽ ഇയാൾ പാരഡി രാജ, പിന്നണി ഗായകർക്കിടയിൽ ഇയാൾ പിന്നണി രാജ, കോമഡിക്കാർക്കിടയിൽ പുള്ളി കോമഡി രാജ. അതുപോലെ ഓഡിയോ കാസറ്റുകൾ, ഓണത്തിന് സിനിമ ഇറങ്ങുന്നത് പോലെ കേരള സംസ്ഥാനത്തിൽ ഓഡിയോ കാസറ്റുകൾ ഇറങ്ങുന്ന കാലത്ത് ഇവിടെയുള്ള കോമഡി ഓഡിയോ കാസറ്റുകളുടെ ആ മേഖലയിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് ഹിറ്റ് പാരഡി ഗാനങ്ങൾ പാടിയ, ഭക്തി ഗാനങ്ങൾ പാടിയ, സിനിമ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് ഒരു പാവം പള്ളുരുത്തിക്കാരൻ. വ്യത്യസ്തനായൊരു ബാർബറാം ബാലനെ സത്യത്തിൽ പലരും തിരിച്ചറിഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ തിരിച്ചറിയുന്നു. വലിയ സന്തോഷം പ്രദീപേട്ടാ ഇവിടെ വന്നതിനകത്ത്. താങ്ക് യു. പ്രദീപേട്ടൻ്റെ ഒരു തുടക്കം മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു, പാട്ടുകാരനായിട്ടായിരുന്നു? എന്തായിട്ടായിരുന്നു പ്രദീപേട്ടൻ്റെ തുടക്കം? ഞാൻ തുടങ്ങുന്നത് ഞാനൊരു ഗാനമേള പാട്ടുകാരനായിട്ടാണ്. അതിനുശേഷം കൊച്ചിൻ മിമി എന്ന് പറയുന്ന ഒരു പാരഡി റൈറ്ററെ ഞാൻ കണ്ട് മുട്ടുകയാണ്. ആദ്യം മാർക്കോസിയറിൻ്റെ ഒരു 10 പാട്ടുകളുടെ ട്രാക്ക് പാടാൻ വേണ്ടി ഞാൻ അന്ന് ഹരിശ്രീ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം എന്നെ കാണുന്നതും എൻ്റെ ശബ്ദം പാരഡിക്ക് പറ്റിയ ശബ്ദമാണെന്ന് വിചാരിക്കുന്നതാണെന്ന് തോന്നുന്നു. അത്തരം പാട്ടുകൾ പാടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലനൊക്കെ പാടുമ്പോൾ ഒട്ടും പ്രയാസം തോന്നിയില്ല. കാരണം എന്നോട് എം ജയചന്ദ്രൻ സാർ പറഞ്ഞു, ഈ പാട്ടിൽ കുറേ അധികം ആളുകൾ വരുന്നുണ്ട്, ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അവരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ ശബ്ദം വേരി ചെയ്യുന്നുണ്ട്. ആ വേരിയേഷൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ വേരിയേഷനായിട്ട് മാറിയെന്നുള്ളതാണ്. പ്രതികേട്ട പാട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു പ്രവാസി ഇവിടെ വന്നിട്ട് വീട് പണിയാൻ ലോണിനായിട്ട് കഷ്ടപ്പെടുമ്പോഴും അയാളുടെ കഷ്ടപ്പാടൊക്കെ എന്താണെന്ന് നമുക്ക് ആ പാട്ടിലൂടെ തന്നെ ഒരു ചിത്രീകരണത്തിലൂടെ നമുക്ക് പിന്നെ വീട് പണിയുവാൻ ലോണിനായി ബാങ്കിൽ ചെന്നു ഞാൻ, ഒറിജിനൽ വരട്ടെ, വീട് പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ, ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാലി പോലും പണയത്തിലായി, കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം, പണിതിട്ടും പണി തീരാത്തൊരു. എനിക്കതല്ല, 10ന്റെ നോട്ടിന്റെ അനുപല്ലവി തുടങ്ങാം. 10ന്റെ അതായത് ഒക്ടോബർ 2 ഭാരതമാകെ അവധി കൊടുക്കുന്നു, അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലു പറിക്കുന്നു, ടീച്ചേഴ്സ് കണ്ടു ചിരിക്കുന്നു, 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു, ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. സൂപ്പർ.